ക്രിക്കറ്റ് എന്ന വികാരം ഇന്ത്യക്കാരുടെ സിരകളിൽ അലിഞ്ഞു ചേർന്നതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഈഡൻ ഗാർഡൻസിൽ നമ്മൾ കണ്ടത് വെറും ഒരു ക്രിക്കറ്റ് മത്സരമായിരുന്നില്ല. അത് ഒരു ജനതയുടെ മുഴുവൻ പ്രാർത്ഥനയുടെയും ഒരു പോരാളിയുടെ നിശബ്ദമായ അതിജീവനത്തിന്റെയും സാക്ഷ്യപ്പെടുത്തലായിരുന്നു. ഹൂഗ്ലി നദിക്കരയിലെ ആ പുണ്യഭൂമിയിൽ വിശ്വവിഖ്യാതമായ ഈഡൻ ഗാർഡൻസിൽ സഞ്ജു വിശ്വനാഥ സാംസൺ എന്ന മലയാളി പയ്യൻ തന്റെ ബാറ്റ് കൊണ്ട് ഒരു ഇതിഹാസ കാവ്യം രചിച്ചിരിക്കുകയാണ്. 140 കോടി ജനങ്ങൾ ശ്വാസം അടക്കി പിടിച്ചു നിന്ന നിമിഷങ്ങളിൽ ഇന്ത്യയുടെ മാനം കാക്കാൻ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് ഒരു പടക്കപ്പൽ പുറപ്പെട്ടതുപോലെയായിരുന്നു സഞ്ജുവിന്റെ വരവ്. 10 വർഷത്തെ അവഗണനയുടെയും പരിഹാസങ്ങളുടെയും ഇരുൾ അറകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ അവൻ പറന്നുയർന്നപ്പോൾ തകർന്നു പോയത് അവനെ എഴുതിത്തള്ളിയവരുടെ അഹങ്കാരമായിരുന്നു. ഈ വിജയത്തിന്റെ മാധുര്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അല്പം പിന്നോട്ട് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. 2026 ഫെബ്രുവരി 22 ആ ഒരു പത്രസമ്മേളനം ആരും മറന്നു കാണില്ല. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് സഞ്ജുവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പരിഹാസം കലർന്ന ഒരു ചിരിയോടെയാണ് മറുപടി നൽകിയത്. അഭിഷേകിനെ ഒഴിവാക്കി സഞ്ജുവിനെ കളിപ്പിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന ആ ചോദ്യം സഞ്ജുവിനേക്കാൾ കൂടുതൽ നോവിച്ചത് അവനെ നെഞ്ചിലേറ്റുന്ന ലക്ഷക്കണക്കിന് ആരാധകരെയായിരുന്നു. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കപ്പെട്ടപ്പോൾ അയാൾ പ്രതികരിച്ചില്ല. കാരണം കാറ്റടിച്ചാൽ അണയുന്ന തീപ്പൊരിയല്ല, മറിച്ച് കൊടുങ്കാറ്റായി മാറാൻ കാത്തിരിക്കുന്ന കനലായിരുന്നു സഞ്ജു എന്ന ലോകത്തിന് അന്ന് അറിയില്ലായിരുന്നു. യഥാർത്ഥ പോരാളികൾ വാക്കുകൾ കൊണ്ടല്ല, മറിച്ച് തങ്ങളുടെ കർമ്മം കൊണ്ടാണ് പകരം വീട്ടുക എന്ന് സഞ്ജു വിശ്വസിച്ചു. ആ ശാന്തത ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ഭയാനകമായ നിശബ്ദതയായിരുന്നു. മാർച്ച് 1 വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള നിർണായകമായ ആ ലോകകപ്പ് മത്സരം. ടോസ് നേടിയ വിൻഡീസ് പടുതുയർത്തിയത് 195 റൺസ് എന്ന കൂറ്റൻ സ്കോറാണ്. ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് 196 റൺസും. ലോകകപ്പ് ചരിത്രത്തിൽ ഇന്ത്യ ഇതിനു മുൻപും ഇത്രയും വലിയൊരു സ്കോർ പിന്തുടർന്ന് ജയിച്ചിട്ടില്ല. സ്റ്റേഡിയത്തിലെ വിൻ പ്രഡിക്ടറിൽ വിൻഡീസിന് 72% വിജയ സാധ്യത കാണിച്ചപ്പോഴും ഇന്ത്യ പ്രതീക്ഷയോടെ നോക്കിയത് ഒരു മുഖത്തേക്കായിരുന്നു. ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ തുടക്കത്തിൽ തന്നെ തകർന്നുപോയി. അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും വെറും 10 റൺസ് വീതം എടുത്തു മടങ്ങി. പിന്നാലെ വന്ന സൂര്യകുമാർ യാദവും 18 റൺസിന് പുറത്തായതോടെ ഇന്ത്യ നാണം കെട്ട തോൽവിയിലേക്ക് നീങ്ങുകയാണ് എന്ന് എല്ലാവരും കരുതി. എന്നാൽ ഒരറ്റത്ത് യാതൊരു വികാര വിരോക്ഷവുമില്ലാതെ പാറ പോലെ ഉറച്ചു നിന്ന സഞ്ജു സാംസൺ തന്റെ പോരാട്ടം തുടങ്ങുകയായിരുന്നു. അവിടെ നടന്നത് വെറും ഒരു ബാറ്റിംഗ് അല്ലായിരുന്നു, മറിച്ച് സഞ്ജുവും കരീബിയൻ മല്ലന്മാരും തമ്മിലുള്ള ഒരു മാനസികമായ യുദ്ധമായിരുന്നു. 141 കിലോമീറ്റർ വേഗതയിൽ പന്തെറിഞ്ഞ ഷമാർ ജോസഫിനെയും സഞ്ജുവിന്റെ ദൗർബല്യങ്ങൾ മുതലെടുക്കാൻ ശ്രമിച്ച ജെയ്സൺ ഹോൾഡറെയും അയാൾ അതിമനോഹരമായി നേരിട്ടു. തന്നെ പലതവണ പുറത്താക്കിയിട്ടുള്ള ഹോൾഡറുടെ ബൗൺസറുകളെ പുൾ ഷോട്ടിലൂടെ അതിർത്തി കടത്തിയപ്പോൾ സഞ്ജു പറയാതെ പറയുകയായിരുന്നു, പഴയ സഞ്ജു അല്ല ഇത്, ഈ ദിവസം എന്റേതാണ് എന്ന്. ഗുദകേഷ് മോത്തിയും റൊമാരിയോ ഷപ്പേഡും അഖിൽ ഹുസൈനും സഞ്ജുവിനെ സമ്മർദ്ദത്തിലാക്കാൻ നോക്കിയെങ്കിലും അവരുടെ ഓരോ നീക്കവും സഞ്ജു നേരത്തെ തന്നെ വായിച്ചെടുത്തിരുന്നു. ക്ലീൻ ഹിറ്റുകളും ക്ലാസിക് ടച്ചും കൊണ്ട് അയാൾ ഈഡൻ ഗാർഡൻസിൽ ഒരു വസന്തകാലം തന്നെ തീർത്തു. സഞ്ജുവിന്റെ പോരാട്ടത്തിൽ തിലക് വർമ്മയും ശിവം ദുബയും നൽകിയ പിന്തുണ എടുത്തു പറയേണ്ടതാണ്. വിക്കറ്റുകൾ ഒരു വശത്ത് വീഴുമ്പോഴും സഞ്ജു റൺസ് റേറ്റ് താഴാതെ നോക്കി. തിലക് വർമ്മ ആക്രമിച്ചു കളിക്കുമ്പോൾ സഞ്ജു പക്വതയോടെ നിലയുറപ്പിച്ചു. അവസാന നിമിഷം സമ്മർദ്ദം കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ശിവം ദുബെ നേടിയ ആ 8 റൺസിന് 1000 റൺസിന്റെ തിളക്കമുണ്ടായിരുന്നു. ആ 2 ബൗണ്ടറികൾ ഓരോ ഇന്ത്യൻ ആരാധകന്റെയും സിരകളിലേക്ക് ഇരച്ചു കയറിയ ജീവവായുവായിരുന്നു. 12 പന്തിൽ 15 റൺസ് വേണമെന്ന ഘട്ടത്തിൽ സഞ്ജു തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഇന്നിംഗ്സിലൂടെ ഇന്ത്യയെ വിജയതീരത്തേക്ക് നയിച്ചു. ആ മത്സരം കഴിഞ്ഞപ്പോൾ ഇന്ത്യ കണ്ടത് കാലത്തിന്റെ കാവ്യനീതിയാണ്. 2020 ലോകകപ്പിൽ ചേസ് ചെയ്യുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും ഉയർന്ന സ്കോർ അഥവാ 82 റൺസ് നേടിയ വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് സഞ്ജു തകർത്തു. 97 റൺസുമായി പുറത്താകാതെ നിന്ന സഞ്ജു കേവലം 3 റൺസിനകലെ തന്റെ സെഞ്ചുറി നഷ്ടപ്പെടുത്തിയെങ്കിലും ഇന്ത്യക്ക് നൽകിയത് അതിലും വലിയൊരു വിജയമായിരുന്നു. സെഞ്ചുറിക്ക് പിന്നാലെ പോകാതെ രാജ്യത്തെ ജയിപ്പിക്കാൻ ശ്രമിച്ച സഞ്ജുവിന്റെ ആ വലിയ മനസ്സ് ഓരോ ക്രിക്കറ്റ് പ്രേമിയുടെയും ഉള്ളിൽ തൊട്ടു. രവിശാസ്ത്രി വിശേഷിപ്പിച്ചതുപോലെ അത് സഞ്ജു സ്പെഷ്യൽ സാംസൺ എന്ന യുഗങ്ങൾക്കപ്പുറം ഓർമ്മിക്കപ്പെടുന്ന ഒരു പ്രകടനമായിരുന്നു. വിജയ റൺ നേടിയ ശേഷം സഞ്ജു കാണിച്ച സെലിബ്രേഷൻ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറി. ആദ്യം ഇരു കൈകളും ഉയർത്തി സന്തോഷം പങ്കുവച്ചു, പിന്നെ നെഞ്ചിൽ കുരിശ് വരച്ചു, ഒടുവിൽ കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു. ഒരു പോരാളി തന്റെ എല്ലാ വികാരങ്ങളും ഉള്ളിലൊതുക്കി ദൈവത്തിന് നന്ദി പറയുന്ന ആ ദൃശ്യം മതേതരത്തിന്റെ ഒരു വലിയ പ്രതീകമായി മാറി.
എല്ലാ വിശ്വാസങ്ങളെയും ആ ഒരു ഒറ്റ ഫ്രെയിമിൽ അവൻ ചേർത്ത് പിടിച്ചു. ഇതിലും മനോഹരമായ ഈ വിജയം ഒരാൾക്ക് എങ്ങനെ ആഘോഷിക്കാൻ കഴിയും? മത്സരം കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുമ്പോൾ സഞ്ജുവിനെ വരവേറ്റത് വികാര നിർഭരമായ ദൃശ്യങ്ങളായിരുന്നു. ഒരിക്കൽ സഞ്ജുവിനെ പരിഹസിച്ച അതേ സൂര്യകുമാർ യാദവ് തന്നെ ആ പ്രതിഭയ്ക്ക് മുന്നിൽ ആദരവോടെ തലകുനിച്ചു. ടീം മാനേജ്മെന്റും സഹതാരങ്ങളും അവനെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിക്കുമ്പോൾ സഞ്ജുവിനെ അവഗണിച്ചവരുടെ ഉള്ളിലെ കറകളാണ് അവിടെ ഉരുകിത്തീർന്നത്. പ്രതിഭയെ അഹങ്കാരം കൊണ്ട് മൂടിവെക്കാൻ ആവില്ലെന്ന് അയാൾ തെളിയിച്ചിരിക്കുന്നു. ഇനി വിൻഡീസ് കോച്ച് ഡാരൻ സമി പറഞ്ഞതുപോലെ ഇന്ത്യ ഒരു ഗോലിയാത്തല്ല, മറിച്ച് സഞ്ജു എന്ന പോരാളിയെ നയിക്കുന്ന ഒരു കരുത്തുറ്റ സൈന്യമാണെന്നാണ്. പ്രിയപ്പെട്ട സഞ്ജു, നീ കേവലം ഒരു കളിക്കാരനല്ല, മറിച്ച് ഒരു ജനതയുടെ മുഴുവൻ സ്വപ്നമാണ്. വീഴ്ത്താൻ ശ്രമിക്കും തോറും വാശിയോടെ ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷിയാണ് നീ. കേരളത്തിന്റെ അഭിമാനമായ നീ നീലക്കുപ്പായത്തിൽ ചരിത്രങ്ങൾ രചിക്കുമ്പോൾ ഓരോ മലയാളിയുടെയും ഹൃദയം അഭിമാനം കൊണ്ട് നിറയുകയാണ്. ഇനി നമ്മുടെ മുന്നിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ആ സുവർണ കിരീടം. 5-ാം തീയതി വാങ്കഡയിൽ ഇംഗ്ലണ്ടിനെ തകർത്ത് നമുക്ക് ഫൈനലിൽ എത്തണം. 8-ാം തീയതി ആ കിരീടം കൈപ്പറ്റുമ്പോൾ ഇന്ത്യയുടെ നായകനായി നീ മുന്നിൽ നിൽക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കല്ലെറിഞ്ഞവർക്കും കാത്തിരുന്നവർക്കും നീ ബാറ്റ് കൊണ്ട് മറുപടി നൽകി കഴിഞ്ഞു. സഞ്ജു വിശ്വനാഥ സാംസൺ എന്ന പേര് ഇനി ക്രിക്കറ്റ് ലോകത്തിന്റെ നെറുകയിൽ എന്നും തിളങ്ങി നിൽക്കും.